നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇത് കൃത്യമായി നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടും. പല ആളുകളും പല കാര്യങ്ങളും ചെയ്തിട്ട് ഫലം കിട്ടാതെ വരുന്ന ആളുകളുണ്ട്. അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? പല ശക്തമായ കാര്യങ്ങൾ പലതിനും ചെയ്യേണ്ടി വരും. ചിലതിന് വെറും സിമ്പിളായ കാര്യങ്ങൾ കൊണ്ടും നടക്കും. അപ്പോൾ അതെന്താണെന്ന് നോക്കി നിങ്ങൾക്കത് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഒന്ന് പിണങ്ങിപ്പോയത്, അല്ലെങ്കിൽ ഇപ്പോൾ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്നെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അതിൻ്റെ സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഒക്കെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുളി കഴിഞ്ഞിട്ട് വേണം ഈ കാര്യം ചെയ്യാൻ. അത് കുളി കഴിഞ്ഞതിന് ശേഷം മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് ഒരു കുപ്പിയിൽ കുറച്ച് രാമച്ചം ഇടുക. കുറച്ച് രാമച്ചം ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ഇടുക. രാമച്ചം ആദ്യം ഇടുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ഇടുക. എന്നിട്ട് ഒരു പേപ്പറിൽ പച്ചമഷി കൊണ്ട് നിങ്ങൾ 2 പേരുടെ പേരും കൂടി എഴുതുക ആ പേപ്പറിൽ. എന്നിട്ട് ആ പേപ്പർ കൂടി ചുരുട്ടി ഈ കുപ്പിക്കകത്തേക്ക് ഇടുക. ഇത് ചെയ്യുമ്പോൾ മനസ്സിൽ പൂർണ്ണമായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് ഉടനെ തന്നെ ആഗ്രഹിച്ച പോലെ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ എത്തും. അതിന് മറ്റ് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടും മനസ്സിൽ ആ കാര്യത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടും നിങ്ങൾ ഈ കാര്യം ചെയ്യണം. ഇത് നിങ്ങൾ കുളി കഴിഞ്ഞ് വേണം ഈ കാര്യം ചെയ്യാൻ. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ഇത് പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ എവിടെയാണോ കിടന്നുറങ്ങുന്നത് അതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഈ കുപ്പി സൂക്ഷിച്ചു വെക്കണം. അത് മറ്റാരും കാണാനോ അത് കൈകൊണ്ട് എടുക്കാനോ ഒന്നും പാടില്ല. നിങ്ങൾ അത് വീടിന് പുറത്തും സൂക്ഷിക്കാം. വീടിന് പുറത്തെന്ന് വെച്ചാൽ ഒരുപാട് അകലെയല്ല, വീടിൻ്റെ തൊട്ട് പുറത്ത് നമ്മുടെ തന്നെ സ്ഥലത്തിനുള്ളിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ആയിരിക്കണം ഇത് സൂക്ഷിക്കേണ്ടത്. ഇത് സൂക്ഷിക്കുക മാത്രമല്ല, നമ്മൾ എന്നും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എവിടെയാണോ അത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോകണം. നമ്മൾ കിടന്നുകൊണ്ട് തന്നെ ആ സാധനം അവിടെ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആ കാര്യം ഉടനെ തന്നെ നമുക്ക് ഫലിക്കും എന്നുള്ള ഒരു ഓർമ്മ ഉറങ്ങുന്നതിന് മുമ്പ് ആ ഒരു വെച്ച സ്ഥലത്തെക്കുറിച്ചും വെച്ച ആ ഒരു കുപ്പിയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. അപ്പം അങ്ങനെ കൃത്യമായിട്ട് നമ്മളത് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ, 21 ദിവസം നിങ്ങളത് തുടരുക. കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നല്ല മാറ്റം തിരിച്ചറിയാൻ കഴിയും. അകന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളോട് ആ അകൽച്ച മാറി കൂടുതൽ അടുത്ത് വരുന്നതും സംസാരിക്കാനുള്ള ആ കൂടുതൽ സംസാരമൊക്കെ ആയി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് മാറ്റമുണ്ടെന്ന്. അപ്പോൾ കൃത്യമായിട്ട് ആ 21 ദിവസം നിങ്ങൾ പൂർത്തിയാക്കുക. അതിൽ യാതൊരുവിധ സംശയമോ ഇത് നടക്കുമോ ഇല്ലേ അങ്ങനെയുള്ള ഒരു ചിന്തയോട് കൂടിയല്ല ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് അത് ചെയ്യുക. 21 ദിവസം നിങ്ങൾക്കത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുപ്പി വെള്ളത്തിൽ കൊണ്ട് കളയാം. പുറത്തെവിടെയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ കളയാം. അതല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ആ കുപ്പി തുറന്ന് മുക്കിയതിന് ശേഷം അതെടുത്ത് കളയാം. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് ആ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അത് പല കാര്യങ്ങളും നടക്കാത്ത ആളുകൾക്കും മെസ്സേജ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.